ഉറക്കമൊഴിക്കുമ്പോൾ, കളി കാണാൻ വേണ്ടി ഉറക്കമൊഴിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി അതിന് ഡബിളെങ്കിലും നമുക്ക് ഉറക്കൊഴിക്കാൻ കഴിയണം. നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് ത്യാഗം ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരു ത്യാഗം മനുഷ്യർക്ക് സേവനം ചെയ്യാൻ, നന്മ ചെയ്യാൻ, നാടിന് നന്മ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ അരികത്ത് കൂലി കിട്ടുന്ന ഒരു സൽക്കർമ്മത്തിനായിരിക്കട്ടെ നമ്മുടെ തളർച്ചയും നമ്മുടെ ഉറക്കൊഴിക്കലൊക്കെ, നമ്മുടെ യാത്രയും നമ്മുടെ കർമ്മങ്ങളും അതായിരിക്കട്ടെ. എന്നാൽ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുന്നു, നമ്മുടെ വിഷയം പടച്ച തമ്പുരാൻ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് മുഅ്മിനെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മടങ്ങുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. വഇസ്സതി വജലാലി ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈൻ വലാ അജ്മഉ ലഹു അംനൈൻ. അല്ലാഹു റബ്ബിന്റെ അധികാരത്തെ, അല്ലാഹുവിന്റെ മഹത്വത്തെ മുൻനിർത്തി സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ മഹത്വത്തെ തന്നെയാണ് സത്യം, എൻ്റെ മേന്മയെ തന്നെയാണ് സത്യം, എൻ്റെ ഉണ്മയെ തന്നെയാണ് സത്യം. എൻ്റെ മനുഷ്യന്, എൻ്റെ അടിമകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് രണ്ട് പേടി ഒരിക്കലും ഉണ്ടാവേണ്ടതില്ല. ദുന്യാവിൽ പേടിച്ച ആൾക്ക് ഇനി പരലോകത്ത് പേടിയുണ്ടാവില്ല. വലാ അജ്മഉ ലഹു അംനൈൻ. ഇവിടെ പേടിക്കാതെ നടന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് പേടിക്കാതിരിക്കേണ്ട അവസ്ഥ, പേടിക്കാതെ ജീവിക്കുന്നൊരവസ്ഥ വരില്ല. ഇവിടെ പേടിച്ചവർക്ക് നാളെ പേടിയില്ല. ഇവിടെ സുരക്ഷിതമാണ് എന്ന് വിചാരിച്ച് നടന്നവർ, പേടിയില്ലാതെ നടന്നവർ, അല്ലാഹുവിനെ ഭയപ്പെടാതെ നടന്നവർ, അവർക്ക് നാളെ ഭയപ്പെടേണ്ടി വരും. അതുകൊണ്ട് രണ്ട് കാര്യം, രണ്ട് പേടിയും രണ്ട് പേടിയില്ലായ്മയും ഒരു മനുഷ്യന് ഒരേ സമയത്ത് വരില്ല. ഇവിടെ പേടിച്ചാൽ നാളെ പരലോകത്ത് പേടി വേണ്ട. ഇവിടെ ഭയപ്പെടാതെ നടന്നവർക്ക് നാളെ പേടിക്കേണ്ടി വരും. ആ പേടി കൊണ്ട് പിന്നെ കാര്യമുണ്ടാവില്ല. എന്നെ മൈൻഡ് ചെയ്യാതെ ദീനിന്റെ അറിവുകൾ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ആലിമീങ്ങൾ നമ്മുടെ മിമ്പറിൽ നിന്ന്, നമ്മുടെ പള്ളിയിൽ നിന്ന്, നമ്മുടെ മദ്രസയിൽ നിന്ന്, ദർസിൽ നിന്ന്, വാളുകളിൽ നിന്ന്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇഷ്ടം പോലെ കേൾക്കാനും അറിയാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ട് അത് പറയുന്നത് ഇൽമാണ്, അത് ദീനാണ്. അള്ളാഹുവിന്റെ ദീനും ഖുർആനും ഹദീസും പറയുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നവർക്ക് നാളെ പേടിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് നാളെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നന്നാവാൻ തൗഫീഖ് നൽകട്ടെ.